ഒരു പ്രധാനപ്പെട്ട വാർത്ത വരുന്നുണ്ട്. ബേപ്പൂരിൽ മത്സരിക്കാൻ PV അൻവർ തയ്യാറാകുന്നു. അനൗപചാരിക പ്രചരണം തുടങ്ങിയിരിക്കുന്നു. ബേപ്പൂരിലെ UDF നേതാക്കളെയും സമുദായ നേതാക്കളെയും അൻവർ സന്ദർശിച്ചു കഴിഞ്ഞു. ഷഹീദ് വിവരങ്ങളുമായി. ഷഹീദ്, ഒരു ഗ്ലാമർ പോരാട്ടം നടക്കുകയാണ് ബേപ്പൂരിൽ. CPM-ന്റെ കുത്തക മണ്ഡലങ്ങളിലൊന്നാണ് ബേപ്പൂർ. മുഹമ്മദ് റിയാസിനെതിരെ PV അൻവർ വരുന്നു. അൻവർ പറഞ്ഞത് തന്നെ പിണറായി സത്തിന്റെ പരാജയമാണ്. അങ്ങനെയാണെങ്കിൽ മുഹമ്മദ് റിയാസിനെ തോൽപ്പിച്ചൊരു ജയൻ കില്ലറാകാൻ തയ്യാറെടുക്കുകയാണോ അൻവർ? അൻവറിന് അതിനുള്ള പിന്തുണ ആ മണ്ഡലത്തിലുണ്ടോ? അഭിലാഷ്, തീർച്ചയായും അത്തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത് തന്നെയാണ്. സൂചിപ്പിച്ചതുപോലെ തന്നെ അൻവർ തന്നെയാണ് ബേപ്പൂർ ആദ്യം തന്നെ പ്രഖ്യാപിച്ചത്. ആ LDF CPM ബന്ധം വിച്ഛേദിച്ച് വലിയ പോരിനിറങ്ങിയ സമയത്ത് തന്നെ അൻവർ അക്കാര്യം പ്രഖ്യാപിച്ചിരുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റിയാസിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെയുള്ള പോരാട്ടത്തിന്റെ ഭാഗമായി റിയാസിനെതിരെ ബേപ്പൂരിൽ പോരിനിറങ്ങുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിരുന്നു. പക്ഷെ പിന്നീട് അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഒപ്പമുള്ള പാർട്ടി പ്രവർത്തകർക്കും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകർക്കും ഒക്കെ വലിയ ആശയക്കുഴപ്പമുണ്ടായി. അതായത് ബേപ്പൂരിൽ LDF വലിയ ലീഡിനെ വിജയിക്കുന്ന ഒരു മണ്ഡലമാണ്. ആ സ്ഥലത്ത് അവിടെ വെച്ച് അത്തരം ഒരു പോരിനിറങ്ങിയാൽ പരാജയം രുചിക്കേണ്ടി വരുമോ എന്നൊരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷെ അൻവർ പിറകോട്ട് പോയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ UDF-ലും ആ കാര്യത്തിൽ അൻവർ ബേപ്പൂരിൽ മത്സരിക്കട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക് UDF-ലും പൊതുവെ ഉണ്ടായി എന്നുള്ളതാണ്. കോൺഗ്രസിന്റെയും ലീഗിന്റെയും ഭാഗത്തു നിന്നും മറ്റൊരു ധാരണയിലേക്കാണ് കാര്യങ്ങൾ പോയത്. അൻവർ ആ ധാരണക്കൊപ്പം, അല്ലെങ്കിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നേരത്തെ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ബേപ്പൂരിൽ തന്നെ പോരിനിറങ്ങാമെന്ന തീരുമാനത്തിലേക്ക് അൻവർ പോയിരിക്കുന്നു. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ 2 ദിവസമായി അദ്ദേഹം ബേപ്പൂരിൽ കേന്ദ്രീകരിച്ച് നിൽക്കുന്നുണ്ട്. അവിടെ UDF-ന്റെ നേതാക്കന്മാരുമായും മണ്ഡലത്തിലെ നേതാക്കന്മാരുമായും സമുദായ നേതാക്കന്മാരുമായും പൗരപ്രമുഖന്മാരുമായും ഒക്കെ ആശയവിനിമയം നടത്തുന്നു, കൂടിക്കാഴ്ച നടത്തുന്നു, പിന്തുണ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതായത് മാനസികമായി അനൗപചാരികമായി അദ്ദേഹം ബേപ്പൂരിൽ ഇപ്പോൾ UDF സ്ഥാനാർത്ഥിയായി അദ്ദേഹം രംഗത്തിറങ്ങിക്കഴിഞ്ഞു എന്നുള്ളതാണ്. UDF-ന്റെ ഒരു പ്രഖ്യാപനമാണ്, ഔദ്യോഗിക പ്രഖ്യാപനം കാത്തു നിൽക്കുകയാണ്. അതിനുശേഷം മാത്രമേ ആ തരത്തിലുള്ള ഒരു രംഗപ്രവേശനം ഉണ്ടാവുകയുള്ളൂ. പക്ഷെ അതിന് മുന്നോടിയായി കളമൊരുക്കുകയാണ്, മണ്ണൊരുക്കുകയാണ് എന്നുള്ളത് തന്നെയാണ്. വലിയ സൂചിപ്പിച്ചതുപോലെ തന്നെ മുഹമ്മദ് റിയാസാണ് അവിടെ സിറ്റിംഗ് MLA ആയിട്ടുള്ളത്, മന്ത്രിയാണ്. ആ തരത്തിലുള്ള മന്ത്രിസഭയിലെ പ്രധാനപ്പെട്ട ആളാണ്. മുഖ്യമന്ത്രിക്കെതിരെയുള്ള പോരിന്റെ ഒരു കുന്തമണിയായി അവിടെ ബേപ്പൂർ കേന്ദ്രീകരിച്ച് ആ തരത്തിലുള്ള ഒരു പോരാട്ടം പുറത്തെടുക്കുക എന്നുള്ളതാണ് അൻവറിന്റെ ദൗത്യം. അല്ല, അൻവർ മുന്നോട്ട് വെക്കുന്ന UDF-ഉം അത് തന്നെയാണ് പ്രതീക്ഷ വെച്ച് പുലർത്തുന്നത്. അതായത് ബേപ്പൂരിൽ റിയാസിനെതിരെ അൻവർ ഇറങ്ങുമ്പോൾ ആ തരത്തിലുള്ള ഒരു വൈരബുദ്ധിയോടുകൂടിയുള്ള ഒരു പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അത് ആവേശം അല്ലെങ്കിൽ ആ ഒരു ചൂട് കോഴിക്കോട് ജില്ലയിലെ തന്നെ അല്ലെങ്കിൽ സമീപ പ്രദേശത്തിലെ മറ്റു മണ്ഡലങ്ങളിലേക്കും അത് പകരാൻ കഴിയും എന്നൊക്കെ വിശാലമായ ചില താല്പര്യങ്ങൾ UDF-ന്റെ മുമ്പിലുണ്ട്. ആ താല്പര്യത്തിനൊപ്പം നിൽക്കാൻ ഇപ്പോൾ അൻവർ തീരുമാനിച്ചിരിക്കുന്നു. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇത്തരമൊരു ധാരണയിലേക്ക് അൻവർ പോയിരിക്കുന്നത്. അവിടെ പ്രാഥമികമായ അനൗപചാരികമായ പ്രചരണത്തിലേക്ക് അൻവർ ഇപ്പോൾ ഇറങ്ങുകയും ചെയ്തിരിക്കുന്നത്. അഭിലാഷ്, മുഹമ്മദ് റിയാസിനെതിരെ PV അൻവർ തീപാർന്ന പോരാട്ടമായിരിക്കും കോഴിക്കോട് ജില്ലയിൽ ഇത്തവണ. പ്രത്യേകിച്ച് ബേപ്പൂർ മണ്ഡലത്തിൽ CPM-ന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നാണ് ബേപ്പൂർ. അതുകൊണ്ടൊരു സേഫ് സീറ്റായിട്ട് കണക്കാക്കുന്ന ബേപ്പൂരിൽ ഇത്തവണ അൻവർ ഇറങ്ങിയാൽ ആ ഇമ്പാക്ട് എത്രയായിരിക്കും? ഒരു വാശിയേറിയ മത്സരം എന്തായാലും ബേപ്പൂരിൽ നടക്കും എന്ന് വിചാരിക്കാം.